സ്പെസിഫിക് ആയിട്ട് പ്രഗ്നൻസി ഉള്ള സ്ത്രീകൾക്ക് മാത്രം വരുന്ന മഞ്ഞപ്പിത്തത്തിൻ്റെ കുറച്ച് കാരണങ്ങളുണ്ട്. വെരി അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് റീസെൻ്റായിട്ട് എൻ്റെ ഒരു പേഷ്യൻറ്റിനെ എനിക്ക് നഷ്ടപ്പെട്ടു. അത് ഇതുപോലൊരു റീസൺ കാരണമാണ്. അത് ഞങ്ങൾ ഡയഗ്നോസ് ചെയ്തു എങ്കിലും അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായി. അത് കാരണം പേഷ്യൻ്റ് പോയി. അപ്പോൾ ഇത് എന്തായാലും നിങ്ങളെല്ലാവരും ജനറലായിട്ട് അറിഞ്ഞിരിക്കണം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം അന്ന് കുറേ ഹെപ്പറ്റൈറ്റിസ് ഇൻഫെക്ഷൻ കാരണം മഞ്ഞപ്പിത്തം വന്നിട്ടാണ് പേഷ്യൻ്റ് പോയത് എന്നൊക്കെയുള്ള റീസൺസ് പലരും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് പ്രഗ്നൻസിയിൽ വരുന്നത് സാധാരണ ആൾക്കാരുടെ പോലെയല്ല. സാധാരണ ആൾക്കാർക്ക് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലോകലക്ഷണമാണ്. അപ്പോൾ എന്തുകൊണ്ട് അത് വരുന്നു? ലിവറിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരികയോ, ലിവർ സിറോസിസ് ആവുകയോ, അല്ലെങ്കിൽ ഫാറ്റി ലിവർ സിവിയർ ആയിട്ട് വരികയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, അതായത് ഹെപ്പറ്റൈറ്റിസ് പോലുള്ള വൈറൽ ഇൻഫെക്ഷൻസ് വരുമ്പോഴൊക്കെ എല്ലാവർക്കും മഞ്ഞപ്പിത്തം വരാം. പക്ഷേ മെയിനായിട്ട് 3 കാരണങ്ങളാണ് പ്രഗ്നൻസിയിൽ മാത്രം സ്പെസിഫിക് ആയിട്ട് മഞ്ഞപ്പിത്തം വരുന്ന കണ്ടീഷൻസ്. അതിലേറ്റവും ആദ്യം അഥവാ കോമൺ ആയിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് ഹെൽപ്പ് സിൻഡ്രോം എന്നുള്ളതാണ്. എന്താണ് ഹെൽപ്പ് സിൻഡ്രോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, BP പലർക്കും പ്രഗ്നൻസിയിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ BP അമിതമായി അത് കാരണം ഉണ്ടാകുന്ന ഫർദർ ഒരു കോംപ്ലിക്കേഷനാണ്, പ്രഗ്നൻസിയിൽ വരുന്നൊരു കോംപ്ലിക്കേഷനാണ് ഹെൽപ്പ് സിൻഡ്രോം എന്ന് പറയുന്നത്. എന്താണ് ഇതിൽ സംഭവിക്കുന്നത്? BP ഉള്ള അമ്മമാരിൽ രക്താണുക്കളെ അമിതമായി നശിപ്പിക്കപ്പെടുകയും അത് കാരണം ലിവറിൻ്റെ ഫങ്ഷൻ പ്രശ്നമാവുകയും അത് കാരണം ജോണ്ടിസ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? അമ്മയ്ക്ക് നല്ല BP ഉണ്ടാകും, അത് കാരണം തലവേദന ഉണ്ടാകും. ലിവർ ഫങ്ഷൻ പ്രശ്നമായത് കാരണം, ലിവറിനെ ബാധിച്ചത് കാരണം ലിവറിൽ അവിടെ ആ ലിവർ ഇരിക്കുന്ന ഭാഗം, അതായത് വയറിൻ്റെ മേൾ ഭാഗത്ത് ഒന്നുകിൽ റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ നടുവിലായിട്ട് അമ്മയ്ക്ക് വയറുവേദന ഉണ്ടാകും. കാഴ്ച മങ്ങുന്നത് പോലെയോ അല്ലെങ്കിൽ കണ്ണിൽ പല കളേഴ്സ് കാണുന്നത് പോലെയോ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ക്ഷീണമുണ്ടാകാം, മൂത്രം പോകുന്നത് കുറവാവാം, കാലിലും ശരീരത്തിലും മുഖത്തും കയ്യിലും ഒക്കെ നീരുണ്ടാകാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഉണ്ടാകാം? 1, അമ്മയുടെ ശരീരത്തിലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവായിരിക്കും. 2, ലിവർ ഫങ്ഷൻ അബ്നോർമൽ ആയിരിക്കും. 3 എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ വരുന്ന മഞ്ഞപ്പിത്തമാണ്. അപ്പോൾ ഇതെല്ലാം കാരണം അപ്പം ഞാൻ പറഞ്ഞു BP വരുന്നത് കാരണം ഉണ്ടാകുന്ന ഒരു സിവിയർ കോംപ്ലിക്കേഷനാണ് ഈ ഹെൽപ്പ് സിൻഡ്രോം. എപ്പോഴായിരിക്കും ഇത് കാണപ്പെടുക? ഒന്നുകിൽ ലേറ്റ് ഇൻ പ്രഗ്നൻസി ഒരു 37 വീക്സ് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ടാവാം ചിലപ്പോൾ ഈ കോംപ്ലിക്കേഷനിലോട്ട് മാറുക. അതുവരെ BP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കിന് ഈ ഹെൽപ്പ് സിൻഡ്രോമിലേക്ക് പോവാം. അപ്പോൾ ഇത് വരുമ്പോൾ എന്താ പ്രശ്നം? നമുക്ക് അമ്മയുടെ ലിവർ ഫെയിലറിലോട്ട് പോവാം, കിഡ്നി ഫെയിലറിലോട്ട് പോകാം, അതുപോലെ BPയുടെ കോംപ്ലിക്കേഷൻസ് ആയ സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾ വരാം. അതിന് പുറമെ DIC എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലോട്ട് പോകാം. എന്താണ് DIC? നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാനായി കുറേ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിൻ്റെ ആവശ്യമുണ്ട്. ഇത് കൂടുതലായിട്ടും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടുന്നത് നമ്മുടെ ലിവറുകളിലാണ്. ലിവറിൻ്റെ ഫങ്ഷൻ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിൻ്റെ കുറവുണ്ടാകുകയും അത് കാരണം ശരീരത്തിൽ രക്തം കട്ട പിടിക്കാതിരിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാകാൻ സാധിക്കുമോ അവിടെ നിന്നെല്ലാം ബ്ലീഡിങ് ഉണ്ടാകാം. ഈ DIC എന്ന് പറയുന്ന കണ്ടീഷനിലോട്ട് പോകുന്ന പേഷ്യൻസിന് ചിലപ്പോൾ ചെവിയിൽ നിന്നോ മൂക്കിൽ നിന്നോ താഴെ വജൈനയിൽ നിന്നോ ഒക്കെ അമിതമായ ബ്ലീഡിങ് ഉണ്ടാകാം. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവാം. അതിനെയാണ് നമ്മൾ കൊയാഗുലോപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ എന്ത് ചെയ്യും? ഇത് കണ്ടുപിടിച്ചാൽ ഉടനെ തന്നെ പേഷ്യൻറ്റിനെ ഡെലിവറി ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് മാനേജ് ചെയ്യും എന്നുള്ളതാണ്. ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സാധാരണയായി സബ്സൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ICP അഥവാ ഇൻട്രാ ഹെപ്പാറ്റിക് കോളിസ്റ്റാസിസ്. എന്താണ് ഇൻട്രാ ഹെപ്പാറ്റിക് കോളിസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് മഞ്ഞപ്പിത്തത്തിൽ ഈ വരുന്ന മഞ്ഞ എന്ന് പറയുന്നത് പിത്തമാണ്. അതായത് പിത്തം ഉണ്ടാക്കുന്നത് ലിവറിൽ നിന്നും അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പിത്തസഞ്ചിയിലുമാണ്, അഥവാ ഗോൾ ബ്ലാഡറിലുമാണ്. ഈ പിത്തം ഒഴുകുന്നത് സ്ലോ ഡൗൺ ചെയ്യുകയും അത് കാരണം മഞ്ഞ ബ്ലഡിൽ കൂടുകയും ചെയ്യും. ബൈൽ ആസിഡ്സിൻ്റെ അളവ് ബ്ലഡിൽ കൂടുകയും ചെയ്യും. ഇതാണ് ഇൻട്രാ ഹെപ്പാറ്റിക് കോളിസ്റ്റാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വരുമ്പോൾ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് സിറം ബൈലാസിഡ് നോക്കിയിട്ടാണ്. ബ്ലഡിൽ ബൈലാസിൻ്റെ അളവ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ICP ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് അഥവാ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മെയിനായിട്ട് ചൊറിച്ചിലാണ്. അത് ശരീരമാകെ ചൊറിച്ചിലുണ്ടാകാം. പക്ഷേ മെയിനായിട്ട് ഇതിലുണ്ടാകുന്ന പ്രത്യേകത എന്ന് പറയുന്നത് കൈക്കുള്ളിലോ കാലിനുള്ളിലോ ഉണ്ടാകുന്ന ചൊറിച്ചിലാണ്. അപ്പോൾ സാധാരണ ഇതൊരു 2nd and 3rd ട്രൈമസ്റ്റർ, അതായത് 28 വീക്സ് കഴിഞ്ഞിട്ടൊക്കെയാണ് ഇത് കാണുക. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അമ്മയ്ക്ക് ചൊറിച്ചിലിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. പിന്നെ ബൈൽ ആസിഡിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി അർസോഡിയോക്സിക്കോളിക് ആസിഡ് എന്ന് പറഞ്ഞ മെഡിസിൻ കൊടുക്കും.
ഇതല്ലാതെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത്. കാരണം കുട്ടിയുടെ ഹൃദയമിടിപ്പ് പെട്ടെന്ന് നിന്നു പോകാനും അതുപോലെ തന്നെ കുട്ടി ഉള്ളിൽ മഷിയിടാനും അത് കാരണം മരണപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം എത്രയും പെട്ടെന്ന് ഡെലിവറി ചെയ്യിക്കുക എന്നുള്ളതാണ്. അതായത് കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതെ കുട്ടിയെ മോണിറ്റർ ചെയ്ത് എത്രയും പെട്ടെന്ന് ഡെലിവറി ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർക്ക് പ്രീടേം ഡെലിവറി, അതായത് ഡേറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഡെലിവറി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് ICP എന്ന് പറയുന്നത് ഇത് അമ്മയ്ക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻ അല്ല, പക്ഷേ കൂടുതലും കുട്ടിക്കാണ് പ്രശ്നം. പക്ഷേ ഇത് ഡെലിവറിയോടുകൂടി മാറും. പക്ഷേ അടുത്ത പ്രഗ്നൻസിയിലും ഒരു 45 to 90% അമ്മയ്ക്ക് ഈ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണമുണ്ട്. ഇതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോർമോണൽ റീസൺസ് പറയുന്നുണ്ട്, എൻവയോൺമെൻറ്റൽ റീസൺസ് പറയുന്നുണ്ട്, ജനറ്റിക് കാരണങ്ങളും പറയുന്നുണ്ട്. ഇനിയുള്ള കണ്ടീഷനാണ് ഇറ്റ്സ് മോർ സിവിയർ, പക്ഷേ അത് വളരെ റെയറാണ്. ഇത് കാരണമാണ് എനിക്ക് എൻ്റെ പേഷ്യൻറ്റിനെ നഷ്ടപ്പെട്ടത്. AFLP, അതായത് അക്യൂട്ട് ഫാറ്റി ലിവർ ഓഫ് പ്രഗ്നൻസി. വളരെ റെയർ ആയിട്ടുള്ള കണ്ടീഷൻ, പക്ഷേ ഇതിൽ അമ്മയുടെയും കുട്ടിയുടെയും മരണനിരക്ക് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. അമ്മയുടെ മരണനിരക്ക് എന്ന് പറയുന്നത് ഏകദേശം 18%. അതായത് 100 പേരിൽ നമ്മളിത് ഡയഗ്നോസ് ചെയ്താൽ അതിൽ 18 പേരും മരണപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ട് ഇത് വരുന്നു എന്നുള്ളത് ആണ് ഇതിൻ്റെ മെയിൻ റീസൺ. സാധാരണയായിട്ട് മൾട്ടിപ്പിൾ പ്രഗ്നൻസി, അതായത് ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഉള്ളപ്പോൾ അതുപോലെ തന്നെ മെയിലായിട്ടുള്ള ഫീറ്റസ്, ആൺകുട്ടികളാണ് ഉള്ളിലുള്ളതെങ്കിൽ, അതുപോലെ തന്നെ അമ്മയ്ക്കിത് നേരത്തെ വന്നിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അമ്മയ്ക്ക് മുന്നേ ലിവർ എന്തെങ്കിലും പ്രോബ്ലം, ലിവർ അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ, അതുപോലെ തന്നെ അമ്മയ്ക്കിപ്പോൾ പ്രഗ്നൻസിയിൽ ഷുഗർ ഉണ്ടെങ്കിൽ ഒക്കെയാണ് ഈ AFLP വരാനുള്ള സാധ്യത കൂടുതൽ. ഇതെന്തുകൊണ്ട് വരുന്നു? ഒരു എൻസൈം ഡെഫിഷ്യൻസി, എൽചാഡ് എന്ന് പറയുന്ന ഫാറ്റി ആസിഡ്, അതായത് കൊഴുപ്പിനെ ദഹിപ്പിക്കാനുള്ള ഒരു എൻസൈമിൻ്റെ ഡെഫിഷ്യൻസി കാരണം ലിവറിൽ അമിതമായി കൊഴുപ്പടിയുകയും അത് കാരണം ലിവർ ഫെയിലിയറിലേക്ക് പോവുകയുമാണ് ചെയ്യുക. അപ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന സാധാരണ സിംറ്റംസ് എന്ന് പറയുന്നത് ഒരു ഛർദ്ദിക്കാൻ ഒരു തോന്നൽ, വോമിറ്റിംഗ് സെൻസേഷൻ, മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ, മൂത്രമൊക്കെ മഞ്ഞ കളറാകുക, കണ്ണിൻ്റെ അവിടെ മഞ്ഞ കളറാകുക, ക്ഷീണം. ചിലപ്പോൾ മിക്കവാറും ഇത് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് അമ്മ ബോധാവസ്ഥയിൽ വരുമ്പോഴായിരിക്കും. ലിവർ ഫെയിലിയർ വന്ന് കഴിഞ്ഞ് തലച്ചോറിനെയൊക്കെ ബാധിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഡയഗ്നോസ് ചെയ്യുക. അപ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ലിവർ എൻസൈംസ് എലിവേറ്റഡ് ആയിരിക്കും, ബിലിറൂബിൻ ഭയങ്കരമായിട്ട് എലിവേറ്റഡ് ആയിരിക്കും, അതിൻ്റെ കൂടെ അമ്മയ്ക്ക് ഷുഗർ കുറവായിരിക്കും. അങ്ങനത്തെ പ്രശ്നങ്ങൾ, ഹൈപ്പോഗ്ലൈസീമിയ പോലുള്ള ഇഷ്യൂസ് ഇതിന് കോമൺ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതുണ്ട് എന്നുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് അമ്മയെ നമ്മൾ ഡെലിവറി ചെയ്യിക്കണം എന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞു, അമ്മയ്ക്കും കുട്ടിക്കും ഇത് ദോഷമാണ്. പക്ഷേ ഡെലിവറി ചെയ്താലും ഇതിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഫർദർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. അതായത് ലിവർ ഫെയിലിയർ, കിഡ്നി ഫെയിലിയർ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ DIC പോലുള്ള കണ്ടീഷൻ, അതായത് പെട്ടെന്ന് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇല്ലാത്തത് കാരണം ബ്ലീഡിങ് നിൽക്കാത്ത അവസ്ഥ. ബ്ലീഡിങ് എവിടെ നിന്ന് വരാം? എൻ്റെ പേഷ്യൻറ്റ് സിസേറിയൻ കഴിഞ്ഞ് ബ്ലീഡിങ് നിൽക്കാത്തത് കാരണമാണ് അവൾക്ക് മരണം ഉണ്ടായത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മദർ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ എത്രയും പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്താലും മരണനിരക്ക് എന്ന് പറയുന്നത് ഡിപ്പെൻസ്, അത് ഓരോരുത്തരുടെ ലിവറിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പ്രഗ്നൻസിയിൽ മാത്രമായിട്ട് മഞ്ഞപ്പിത്തം വരാനുള്ള കാരണങ്ങൾ. ഇത് ശ്രദ്ധിക്കണം. ഇത് ഹെപ്പറ്റൈറ്റിസ്, അതായത് വൈറൽ ഇൻഫെക്ഷൻ അല്ല. ഞാൻ നേരത്തെ വൈറൽ ഇൻഫെക്ഷൻ, ഹെപ്പറ്റൈറ്റിസ് വൈറൽ ഇൻഫെക്ഷനെ പറ്റി ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതിനാണ് സംശയമെങ്കിൽ അതിൽ പോയി നോക്കുക. ഇത് സ്പെസിഫിക് ആയിട്ട് പ്രഗ്നൻസിയിൽ മാത്രം വരുന്ന കാരണങ്ങളാണ്. നന്ദി, നമസ്കാരം.